നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു 2 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പിന്നെ ഈ ഡിസൈൻ ആണെങ്കിൽ തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഒരു 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന് ഞാൻ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഗ്രീസ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അരിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ച് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തതിൽ നിന്നും 6 ടേബിൾ സ്പൂൺ മൈദ ഞാൻ തിരിച്ചു മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ആ 6 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയതിന് ശേഷം 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 6 ടേബിൾ സ്പൂൺ തന്നെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളെപ്പോഴും കൊക്കോ പൗഡറൊക്കെ എടുക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറുള്ള കൊക്കോ പൗഡർ എടുക്കാൻ നോക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ കേക്കിന് നല്ല കളർ ഉണ്ടാവുള്ളൂ. ഇനി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നുകിൽ ഇത് 2 or 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തവണ ഒന്ന് അരിച്ചതിന് ശേഷം നന്നായിട്ട് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. എന്തായാലും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു തവണ അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലതുപോലെ തന്നെ ഇത് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്തതായിട്ടുള്ള ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് 8 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരുന്നുണ്ട് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എന്തായാലും ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ബീറ്റർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. മിക്സിയിൽ ചെയ്തെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം മിക്സിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വീഡിയോകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. അതായത് ഇപ്പം നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫോൾഡ് ചെയ്തെടുക്കാം. പൊടിച്ചതിന് ശേഷം 1.25 കപ്പ് അളന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. പഞ്ചസാര പൊടിച്ചത് കുറച്ചായിട്ട് തന്നെ ചേർത്ത് മൊത്തമായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല ഫ്ലഫി ആകുന്നിടം വരെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം എന്താ എഗ്ഗിൻ്റെ യെല്ലോ കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറായി നല്ല ക്രീമിയായി നല്ല ഫ്ലഫി ആയി തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണേ. അപ്പോൾ എപ്പോഴായാലും നമ്മൾ ഇത് കേക്ക് ചെയ്യുമ്പോഴായാലും ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ ഈ ഫ്ലഫി ആയിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന എഗ്ഗൊക്കെ ഉണ്ടല്ലോ അതങ്ങ് താന്നു പോകും. അപ്പോൾ ഓയിൽ ഇങ്ങനെ സ്ലോയിൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോ സ്പീഡിലിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ 1 മിനിറ്റിൽ കൂടുതൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഓയിൽ ഒഴിച്ചതിന് ശേഷം. ഇപ്പോൾ ഇത് ഇത്രയും മതിയാകും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാതെ ഒരു 5 or 6 പ്രാവശ്യമായിട്ട് ചേർത്തതിന് ശേഷം പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം എന്താ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 6 പ്രാവശ്യമായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൂടുതൽ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇത് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ നാക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് 5 മിനിറ്റ് പ്രീഹീറ്റ് ആയിരിക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാത്രം ഞാൻ പ്രീഹീറ്റ് ആക്കിയത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു. ഇനിയിപ്പം കേക്ക് ബാറ്റർ വെച്ച് കൊടുത്തതിന് ശേഷം പാത്രം അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ 35 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് ചൂട് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം എന്താ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. നമ്മുടെ കേക്ക് നല്ല ചൂട് മാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയാണ്. ഇനി ഇത് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ ഷുഗർ സിറപ്പും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് പഞ്ചസാരയിൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. പിന്നെ കുറച്ച് മിൽക്ക് കോമ്പൗണ്ട് എടുക്കുന്നുണ്ട് കേക്കിൻ്റെ ലെയർസിലും ടോപ്പിലും ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ വിപ്പിംഗ് ക്രീം 3.5 കപ്പ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല, കൂടുതൽ ലെങ്തി ആവണ്ടാന്ന് വിചാരിച്ചിട്ടാണ്.
എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം പൈപ്പിംഗ് ബാഗിലാക്കി നമ്മളിങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കുറച്ചിട്ട് കൊടുക്കാം. ഇനി നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്, അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ക്രീം അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ലെയർ കേക്ക് ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം വെച്ച് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇത് നല്ല ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അപ്പോൾ 30 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് മിൽക്ക് ചോക്ലേറ്റിലേക്ക് ഒഴിച്ചൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗനാഷ് ഉണ്ടാക്കണമെന്ന് നമ്മൾ മുന്നത്തെ ഓരോ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനിപ്പോൾ കാണിക്കാഞ്ഞത്. എന്നിട്ട് ചോക്ലേറ്റ് ഗനാഷ് ജസ്റ്റ് ഒന്ന് ചൂടാറിയ ശേഷം ഞാനൊന്ന് അരിച്ച് ഒരു പേപ്പർ ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് ട്രിപ്പ് ചെയ്യുന്ന പോലെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കേക്കിൻ്റെ ഹാഫ് പോർഷനിൽ ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ നൈഫ് വെച്ചിട്ട് കറക്റ്റ് ലെവലിൽ ഇരുന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമിൽ പിങ്ക് കളർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. 2D എന്ന് പറയുന്ന നോസിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വെച്ചിട്ട് ഒന്ന് ഫ്ലേവർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഫ്ലേവറിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് എഡിബിൾ ആയിട്ടുള്ള ഗോൾഡൻ ഷുഗർ ബാൾസ് വെച്ച് കൊടുക്കുകയാണ്. എല്ലാ ഫ്ലേവറിലും വെക്കുന്നില്ല കേട്ടോ, ഓരോ ഫ്ലേവർ ഇങ്ങനെ വിട്ടിട്ട് വെക്കുവാണ്. എന്നിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടതിൻ്റെ മുകളിലായിട്ടൊരു ഭാഗത്ത് 3 ചെറി കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ഒരു ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പേരെഴുതണം. അപ്പോൾ ഞാൻ കരുതിയത് ഫോണ്ടൻ്റ് വെച്ചിട്ട് അതിനകത്ത് പേരെഴുതാമെന്നാണ് വിചാരിക്കുന്നത്. ഫോണ്ടൻ്റ് അപ്പം നമുക്ക് കുഴയ്ക്കാനും അത് പരത്താനായിട്ടൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഫോണ്ടൻ്റെ സിലിക്കോൺ ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് കുഴയ്ക്കണത്. ഇനി ഈ സിലിക്കോൺ ഷീറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണമെങ്കിലും കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു വൈറ്റ് കളർ ഫോണ്ടൻറ്റിൻ്റെ പാക്കറ്റാണ് കേട്ടോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയൊന്നും നമുക്ക് ആവശ്യമില്ല, ചെറിയൊരു പീസ് എടുത്താൽ മതി, കാര്യം പേര് മാത്രം എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം ചെറിയൊരു പീസ് എടുക്കുവാണ്. പിന്നെ ബാലൻസ് ഇരിക്കുന്ന ഫോണ്ടൻ്റ് ആണെങ്കിൽ നല്ല ടൈറ്റായിട്ടുള്ളൊരു കണ്ടെയ്നർ അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ് കേട്ടോ. ഇത് കുഴച്ചതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ വൈറ്റ് കളറിൽ തന്നെ പേരെഴുതി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോണ്ടനിൽ ഇപ്പം ജെൽ കളർ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നുകൂടി കുഴച്ചെടുത്താൽ മതിയാകും. അപ്പോൾ പേരെഴുതാനായിട്ടാണെങ്കിൽ അതെല്ലാം കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഇത്ര അങ്ങോട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടിരിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് കോൺഫ്ലോർ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ കോല് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഫോണ്ടൻ്റെ റോളർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് നൈസായിട്ടും പരത്തിയെടുക്കണ്ട, എന്നാൽ നല്ല തിക്കായിട്ടും വേണ്ട, ഒരു മീഡിയം സൈസിൽ നമുക്ക് പരത്തിയെടുത്താൽ മതിയാകും. പരത്തിയെടുത്തിട്ടുണ്ട്, ഇത്രയും മതിയാകും. ഇനിയിപ്പോൾ നമുക്ക് കട്ടർ ഉണ്ടെങ്കിൽ, ഫോണ്ടൻ്റെ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എന്തായാലും ഒരു കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ റൗണ്ടായിട്ടുള്ള കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ പരത്തിയൊക്കെ വൃത്തിയാക്കി വെച്ചേക്കുന്നില്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നല്ല ചെറിയ കട്ടർ ഉപയോഗിച്ചിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാം കേട്ടോ. ഇതിപ്പം നമ്മൾ കട്ടർ വെച്ചിട്ടല്ലല്ലോ കട്ട് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് എടുക്കുവാണേ. ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് പേരെഴുതി കൊടുക്കാൻ പോവാണ്. അപ്പോൾ പേരെഴുതി കൊടുക്കാനായിട്ട് എഡിബിൾ ആയിട്ടുള്ള പെന്നുണ്ട്, പെന്ന് വെച്ചിട്ട് വേണമെങ്കിൽ എഴുതാം.
അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് കളറിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ടിപ്പ് ചെയ്തതിന് ശേഷം എഴുതാം. പേരെഴുതുന്നത് എൻ്റെ മോനാണ് കേട്ടോ. അപ്പം റെഡ് കളർ കുറച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് എഴുതുന്നത്. അപ്പോൾ ഫോണ്ടൻ്റെ ബ്രഷ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കളറിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് അങ്ങ് വരച്ചു കൊടുക്കാം. ജിഹാൻ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ ജിഹാൻ എഴുതി കൊടുക്കുകയാണ്. കുറച്ചും കൂടി ഒന്ന് ഡാർക്ക് കളറാക്കി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഈ കേക്ക് കസ്റ്റമറിന് കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇത് എടുത്ത് വെച്ചാൽ മതിയാകും കേട്ടോ കേക്കിൻ്റെ മുകളിലായിട്ട്. അതുവരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിലല്ല വെളിയിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ മതിയാകും കേട്ടോ. കേക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഫോണ്ടൻ്റ് വെച്ചെടുത്ത് ഒരു ബോർഡർ കൊടുക്കുന്ന പോലെ കുറച്ച് സിൽവർ ഷുഗർ ബാൾസ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ 2-3 ബട്ടർഫ്ലൈ കൂടെ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള 2 കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പറും കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് താമസിക്കണ പിന്നെ ഒരു വീട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അവിടുത്തെ മോളാണ് ജിഹാൻ. അവൾ 2ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണിത്. അപ്പം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടേസ്റ്റ് പോലെ തന്നെ ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഈ ഡിസൈന്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ മോൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഹോം മെയ്ഡായിട്ടുള്ള ചോക്ലേറ്റും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതും ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മളുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.